പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനൊപ്പം ചേർന്ന് നശീകരണ പ്രവർത്തനം നടത്തുന്ന അമേരിക്കയ്ക്ക് നിലവിൽ ഏറ്റവും വലിയ തിരിച്ചടി നൽകുന്നത് ഹൂതികളുടെ കയ്യിൽ നിന്നാണ്. വെള്ളത്തിലും കരയിലും ഒരുപോലെ അമേരിക്കയ്ക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഹൂതികൾ. ഇതിന് മറുപടിയായി ഹൂതികൾക്ക് നേരെ ആക്രമണത്തിന് മുതിരുന്ന അമേരിക്കയ്ക്ക് പക്ഷേ അവിടെയും തിരിച്ചടികൾ നേരിടേണ്ടി വരികയാണ്. ശതകോടികൾ വില വരുന്ന 18 അത്യാധുനിക അമേരിക്കൻ ഡ്രോണുകളാണ് ഹൂതികൾ ഇതുവരെ തങ്ങളുടെ സംവിധാനം ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞത്. നൂതന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന, കണ്ടെത്താനും തകർക്കാനും അത്ര എളുപ്പമല്ലാത്ത അമേരിക്കൻ ഡ്രോണുകൾ എങ്ങനെയാണ് വിമത ഗ്രൂപ്പായ ഹൂതികൾ തകർത്ത് കളയുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആരാണ് ഹൂതികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യവും എല്ലാ കോണിൽ നിന്നും ഉയരുന്നുണ്ട്. ഹൂതികളുടെ കേന്ദ്രമായ യമൻ തന്നെയാണോ ഇവർക്ക് ആയുധം നൽകുന്നത്, അതോ അമേരിക്കയുമായി നിലവിൽ കൊമ്പുകോർത്തിരിക്കുന്ന ഇറാനോ? ഇനി അമേരിക്കയുടെ ബന്ധവൈരികളായ റഷ്യയോ ചൈനയോ ആണോ ഇവരുടെ പിന്നിലുള്ളത്? അന്തർദേശീയ ചർച്ചകളെല്ലാം ഈ ചോദ്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. കോൺസ്പിരസികൾ ഏറെയുണ്ട്. ഹൂതികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചും ചർച്ചകൾ ഏറെ നടക്കുകയാണ്. അമേരിക്കൻ നിർമ്മിത MQ-9 റീകോണിസൻസ് ഡ്രോണാണ് ഹൂതികൾ വ്യാപകമായി തകർത്തു വരുന്നത്. ആഭ്യന്തരമായി നിർമ്മിച്ച സർഫേസ് ടു എയർ മിസൈൽ ഉപയോഗിച്ചാണ് അമേരിക്കൻ ഡ്രോണുകൾ തകർത്തതെന്ന് ഹൂതി സൈനിക വക്താവ് കഴിഞ്ഞ ദിവസം അറിയിച്ചു. ഡ്രോൺ എൻജോവ് പ്രവിശ്യയിലെ ആകാശത്ത് ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു, അതിനാലാണ് അതിനെ ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം തകർത്തതുൾപ്പെടെ ഹൂതികൾ തകർത്ത MQ-9 ഡ്രോണുകളുടെ എണ്ണം 18 ഉയർന്നിട്ടുണ്ട്. പലവട്ടം ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾ റെഡ് സീയിൽ ആക്രമിച്ചതിന് പ്രതികരണമായാണ് അമേരിക്കൻ സേന യമനിലെ ഹൂതി നിയന്ത്രിത പ്രദേശങ്ങൾക്കിടയിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തി വരുന്നത്. ഗസയിലെ പലസ്തീനികളെ പിന്തുണക്കുകയാണ് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഹൂതി പക്ഷം വ്യക്തമാക്കുന്നത്. അതേസമയം അമേരിക്ക പെട്ടെന്ന് നടത്തുന്ന ആക്രമണങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാത്രം 50-ലധികം പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ്. സനാ തലസ്ഥാനത്തുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ അമേരിക്കൻ വ്യോമസേന തീവ്രമായി ബോംബിംഗ് നടത്തി വരുന്നുണ്ട്. ചരിത്രപ്രസിദ്ധമായ അൽ കഷ്ല കോട്ടയും ഒരു ആക്രമണത്തിൽ തകർന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ഇതിനകം തന്നെ 400-ലധികം വ്യോമാക്രമണങ്ങൾ US സേന നടത്തി വരികയാണ്. എന്നാൽ ഇതിന് തിരിച്ചടിയായി ഹൂതി വിഭാഗം ഇസ്രായേൽ ഭാഗത്തേക്ക് യാഫ എന്ന പേരിലുള്ള പുതിയ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. അമേരിക്കൻ വ്യോമാക്രമണത്തിനിടയിലും തങ്ങളുടെ പ്രതിരോധശേഷി തകരാറിലായിട്ടില്ലെന്നും അവർക്ക് തങ്ങൾ ഇനി ശക്തമായ തിരിച്ചടികൾ നൽകുമെന്നും ഹൂതി വക്താക്കൾ അറിയിച്ചു. മിസൈൽ, റോക്കറ്റ്, ബാലിസ്റ്റിക് മിസൈൽ, ക്ലോസ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ, മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ, ഫലക്, മയൂൺ, അൽ ബഹർ അൽ അഖ്മർ തുടങ്ങിയ ക്ലോസ് റേഞ്ച് ആൻറ്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ, സോളിഡ് പ്രൊപ്പലന്റ് MRBMകൾ, ഫത്തേ 110 പോലുള്ള ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ലാൻഡ് അറ്റാക്ക് ആൻറ്റി ഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ തുടങ്ങി ആയുധങ്ങളുടെ വമ്പൻ ശേഖരം തന്നെയാണ് ഹൂതികൾ ഉപയോഗിച്ചു വരുന്നത്. 100 കിലോമീറ്റർ മുതൽ 3000 കിലോമീറ്റർ വരെ റേഞ്ചിലുള്ളതാണ് പല ആയുധങ്ങളും. എന്നാൽ ഇത് പൂർണ്ണമായും ഹൂതികൾ നിർമ്മിച്ചതല്ലെന്ന് വിദഗ്ധർ പറയുന്നു. പലതും ഇറാനിൽ നിന്ന് എത്തുന്നതാണ്. ചില ആയുധങ്ങൾക്ക് റഷ്യൻ നിർമ്മിത ആയുധങ്ങളുടെ രൂപവും സാങ്കേതിക വിദ്യയും ഉള്ളതായും അഭിപ്രായമുണ്ട്. ഈ രാജ്യങ്ങൾക്ക് പുറമെ ഇറാഖ്, ലബനൻ, സിറിയ എന്നീ രാജ്യങ്ങളുടെ ആയുധങ്ങളും ഇവരുടെ കൈവശമുണ്ടെന്ന് പറയപ്പെടുന്നു. ഹിസ്ബുള്ളയും ഹൂതികൾക്ക് വ്യാപകമായി ആയുധങ്ങൾ കൈമാറ്റം നടത്തുന്നതായും വിവിധ സോഴ്സുകൾ വെളിപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിനെതിരെ രഹസ്യമായെങ്കിലും ഒരു വലിയ സഖ്യം തന്നെ രൂപപ്പെടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഇറാനുമായി അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചാൽ ഈ സഖ്യം മറന്നേക്കി പുറത്തു വന്നേക്കും. അതോടെ മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം. Way2Nikah.com, the exclusive Muslim matrimonial site.